എല്ലാ കൂട്ടുകാർക്കും ബോഡി ബിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാർഡിയാക് ഔട്ട്പുട്ടിനെ പറ്റിയാണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ ഔട്ട്പുട്ട് അല്ലേ. ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ഓഫ് ദ ഹാർട്ട് പെർ മിനിറ്റ് വിൽ ബി അവർ കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് ഓരോ മിനിറ്റിലും ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അളവ്, ഒരു മിനിറ്റിലുള്ള ബ്ലഡിൻ്റെ അളവാണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട്. അതിലോട്ട് കിടക്കുന്നതിന് മുൻപ് നമുക്ക് ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോ ഒന്ന് ഫാസ്റ്റായിട്ട് കാണാം. ഓക്കെ, ഹാർട്ട് നമ്മുടെ ചെസ്റ്റ് ക്യാവിറ്റിയുടെ സെൻറ്ററിലിരിക്കുകയാണ്. ഹാർട്ടിൻ്റെ എബവ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം സുപ്പീരിയർ വീന കാവ വഴി റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ഹാർട്ടിൻ്റെ ബിലോ ഉള്ള ബോഡി സ്ട്രക്ചേഴ്സിൽ നിന്നുള്ള ബ്ലഡ് എല്ലാം ഇൻഫീരിയർ വീന കാവ വഴി റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. ഹാർട്ടിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കൊറോണറി സൈനസ് വഴി റൈറ്റ് ഏട്രിയത്തിലോട്ട് വരുന്നു. അവിടെ നിന്ന് അത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ പൾമണറി ആർട്ടറി കൂടെ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി ആർട്ടറി കൂടെ ലങ്സിലോട്ട് പോകും. കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്ത് ഓക്സിജനെ റിസീവ് ചെയ്ത് ഓക്സിജനേറ്റഡ് ബ്ലഡായി പൾമണറി വെയിൻസിൽ കൂടെ ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് വരും. അവിടെ നിന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോകും. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോൾ അയോർട്ട വഴി അസെൻഡിങ് അയോർട്ട, ആർച്ച് ഓഫ് ദ അയോർട്ട, ഡിസെൻഡിങ് അയോർട്ട, അതുവഴി ഡിഫറെൻറ്റ് ബോഡി പാർട്സിലെ നമ്മുടെ ബോഡി സെൽസിന് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാനായിട്ട് ഈ ബ്ലഡ് സഹായിക്കും. തിരിച്ച് അതെല്ലാം കൊടുത്ത് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് പ്രോഡക്ട്സും എടുത്ത് തിരിച്ച് ഇതേപോലെ തന്നെ ഈ സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ, കൊറോണറി സൈനസായി തിരിച്ച് വീണ്ടും റൈറ്റ് ഏട്രിയത്തിലോട്ട് വരും. ഇനി നമ്മുടെ ഹാർട്ടിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. നമുക്ക് വീനസ് റിട്ടേൺ ഉണ്ട് അല്ലേ. വീനസ് റിട്ടേൺ വെയിൻസിൽ കൂടെ റിട്ടേൺ ചെയ്യാണ്. സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ, അതാണ് വീനസ് റിട്ടേൺ. എന്നിട്ട് ഹാർട്ടിൽ ഫൈനൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ടെ കൂടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി പമ്പ് ഔട്ട് ചെയ്യും അല്ലേ. ഇനി നമുക്ക് കാർഡിയാക് ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടുത്തെ കുറച്ച് ടേംസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വെൻട്രിക്കിളായി നമുക്ക് ഈ ബോട്ടിൽ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡയസ്റ്റോളി ഫേസ് ആണ്, റിലാക്സേഷൻ ഫേസ് ആണ്, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യുക? വീനസ് റിട്ടേൺ, ഓക്കെ, വീനസ് റിട്ടേൺ ബ്ലഡ് കൊണ്ടുവന്നിട്ട് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലോട്ട് ഒഴിച്ചു. ഓക്കെ, ഫില്ലായി, റൈറ്റ് ഏട്രിയം ഫില്ലായി കഴിയുമ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമുക്കിത് വെൻട്രിക്കിളായിട്ട് എടുക്കാം. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിൾസിലോട്ട് വന്ന് ഈ ഡയസ്റ്റോളി ഫേസിൽ, റിലാക്സേഷൻ ഫേസിൽ ഫില്ലായി അല്ലേ. ഇപ്പോൾ ഡയസ്റ്റോളി ഫേസിൽ ഫില്ലായി, അത് എൻഡായി ഡയസ്റ്റോളി ഫേസ്. അപ്പോൾ നമുക്കുള്ള ഈ വോളിയമാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. ഡയസ്റ്റോളി ഫേസ് എൻഡാവുമ്പോൾ നമുക്ക് ബ്ലഡ് എന്തുമാത്രമുണ്ടോ വെൻട്രിക്കിളിൽ ആ അളവാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. ഇനി എൻഡ് ഡയസ്റ്റോളിക് വോളിയം ആ ബ്ലഡ് അതിൻ്റെ വോൾസിൽ എക്സർട്ട് ചെയ്യണ ഒരു പ്രഷറാണ്. ഒരു പ്രഷർ എക്സർട്ട് ചെയ്യും ആ ബ്ലഡ് ആ വെൻട്രിക്കിൾസിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ആ പ്രഷറാണ് നമ്മുടെ പ്രീലോഡ്. ഓക്കെ, വീനസ് റിട്ടേൺ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബോഡിയിൽ നിന്ന് സുപ്പീരിയർ വീന കവ, ഇൻഫീരിയർ വീന കവ, ഈ ടിഷ്യൂ ഫ്ലൂയിഡും ബ്ലഡ് എല്ലാം കൂടിയിട്ട് എംറ്റി ചെയ്യാണ്. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലോട്ട് എംറ്റി ചെയ്തു, അത് റൈറ്റ് വെൻട്രിക്കിൾ. ഓക്കെ, ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിൾസിലോട്ട് എംറ്റി ചെയ്യപ്പെടുന്ന ബ്ലഡായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം, കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡയസ്റ്റോളി മനസ്സിലായി, റിലാക്സേഷൻ, വീനസ് റിട്ടേൺ മനസ്സിലായി, എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഈ വോളിയം, പിന്നെ പ്രീലോഡ് ഈ വോളിയം, അതിൻ്റെ വോൾസിൽ വെൻട്രിക്കിളിൻ്റെ വോൾസിൽ എക്സർട്ട് ചെയ്യണ പ്രഷറാണ് നമ്മുടെ പ്രീലോഡ് അല്ലേ. ഇനി അടുത്ത ഫേസ് എന്താ? സിസ്റ്റോളി അല്ലെങ്കിൽ കൺട്രാക്ഷൻ. ഓക്കെ, ഇവിടെ ഞാൻ മാനുവലായിട്ട് കൺട്രാക്ഷൻ ചെയ്യണം. വെൻട്രിക്കിളാണിത്, കൺട്രാക്ഷൻ വന്നു. ഇപ്പം എന്താ ചെയ്യാതെ നമ്മുടെ ബ്ലഡ് കം ഔട്ട് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇനി ആ കൺട്രാക്ഷൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ എന്താ ചെയ്യുക? ഈ ബ്ലഡ് നേരെ ബിഗ് ബ്ലഡ് വെസൽസിലോട്ട് കയറി പോവാണ് വെൻട്രിക്കിളിൽ നിന്ന് അല്ലേ. ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ, ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യും, അയോർട്ടയിലേക്ക് പമ്പ് ഔട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ ഞാൻ പമ്പ് ഔട്ട് ചെയ്യുന്നതിന് പകരം ഇൻ റിയാലിറ്റിയിൽ പമ്പ് ഔട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാറ്റി. ഓക്കെ, അപ്പോൾ ഭയങ്കര കൺട്രാക്ഷൻ നടന്നു, വലിയ കൺട്രാക്ഷൻ നടന്നു, ബ്ലഡ് ആ ബ്ലഡ് വെസലിലോട്ട് പമ്പ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഓക്കെ, എൻഡായി എന്ന് വിചാരിക്കാം. എൻഡായി കഴിയുമ്പോൾ വെൻട്രിക്കിൾസിന് ഫുൾ ബ്ലഡ് കൺട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശക്തിയില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും ആഫ്റ്റർ കൺട്രാക്ഷൻ ദർ വിൽ ബി സം ബ്ലഡ് ലെഫ്റ്റ് ഇൻ ദ വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് എൻഡ് ഓഫ് സിസ്റ്റോളിയാണ് അല്ലേ.
അപ്പോൾ ഈ വോളിയത്തിന് നമ്മൾ എന്ത് പറയും? എൻഡ് സിസ്റ്റോളിക് വോളിയം. സിസ്റ്റോളി കഴിഞ്ഞിട്ട് കൺട്രാക്ഷൻ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആയിട്ടുള്ള ബ്ലഡാണിത്. അപ്പം നമ്മൾ ഇതിന് എന്ത് പറയും? എൻഡ് സിസ്റ്റോളിക് വോളിയം അല്ലെങ്കിൽ ESV എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ എന്താ കണ്ടത് ഇതിനു മുമ്പ്? കൺട്രാക്ഷൻ വന്നു, നമ്മുടെ ബ്ലഡ് വെസലിലോട്ട് പമ്പ് ഔട്ട് ചെയ്തു അല്ലേ. ആ ഒരു കൺട്രാക്ഷന് അല്ലെങ്കിൽ ഒരു സ്ട്രോക്കിൽ പുറത്തു പോണ വോളിയത്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രോക്ക് വോളിയം മനസ്സിലായല്ലോ. ഇനി നമ്മൾ വീണ്ടും സിസ്റ്റോളി കൺട്രാക്ഷൻ നോക്കുകയാണ്. കൺട്രാക്ഷനായി കഴിയുമ്പോൾ ഒരു ഫോഴ്സിലാണ് ഈ ബ്ലഡ് നമ്മുടെ മുകളിലുള്ള ബ്ലഡ് വെസൽസിലോട്ട് പമ്പിങ് ചെയ്യപ്പെടണേ അല്ലേ. ആ ഫോഴ്സ് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യണ ആ ഫോഴ്സ് കൊണ്ടുവേണം ഈ ബ്ലഡിന് ആ ബ്ലഡ് വെസലിൻ്റെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്തിട്ട് പോവാൻ അല്ലേ. അതായത് ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ആ പമ്പ് ഔട്ട് ചെയ്യണ ബ്ലഡ് ആ ബ്ലഡ് വെസൽസിൽ ഇടുന്ന പ്രഷർ. ആ പ്രഷറാണ് നമ്മുടെ ആഫ്റ്റർ ലോഡ്. ആ പ്രഷറിന് കാരണക്കാരനാരാ? വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ഓർ സിസ്റ്റോളി. അപ്പോൾ സിസ്റ്റോളി നടന്നു, കൺട്രാക്ഷൻ നടന്നു, ആ ഫോഴ്സ് ആ ബ്ലഡ് വെസലിൽ ഫോഴ്സ് ഇട്ടിട്ട് അങ്ങോട്ട് കയറി പോവാണ്. ആ ഫോഴ്സാണ് നമ്മുടെ ആഫ്റ്റർ ലോഡ്. ആ ബ്ലഡിന് ഇപ്പോൾ അയോർട്ട ആണെങ്കിൽ അയോർട്ടയുടെ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്തിട്ട് വേണം പോകാനായിട്ട് അല്ലേ. ആ ഫോഴ്സാണ് നമ്മുടെ ആഫ്റ്റർ ലോഡ്. ഇപ്പം നമ്മൾ ആദ്യം പറയുകയാണെങ്കിൽ നമുക്ക് വീനസ് റിട്ടേൺ ഉണ്ടായിരുന്നു ഡയസ്റ്റോളി ഫേസിൽ, റിലാക്സേഷൻ ഫേസിൽ ഇത്രയും നിറഞ്ഞു. അതാണ് നമ്മുടെ എൻഡ് ഡയസ്റ്റോളിക് വോളിയം അല്ലേ. വീനസ് റിട്ടേൺ നമുക്ക് മനസ്സിലായി, എൻഡ് ഡയസ്റ്റോളിക് വോളിയം മനസ്സിലായി. ഈ എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇത്രയും മാറുന്നപ്പോൾ അതിൻ്റെ വോൾസിൽ എക്സർട്ട് ചെയ്യണ പ്രഷറാണ് നമ്മുടെ പ്രീലോഡ് അല്ലേ. പിന്നെ നമുക്ക് സിസ്റ്റോളി നടന്നു, കൺട്രാക്ഷൻ നടന്നു, ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്തു. ആ ബ്ലഡ് വെസലിൽ എക്സർട്ട് ചെയ്യണ പ്രഷർ ആ പ്രഷറാണ് നമ്മുടെ ആഫ്റ്റർ ലോഡ്. അത് സ്ക്വീസ് ചെയ്യുമ്പോൾ വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ കേട്ടോ. പിന്നെ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത് ഈച്ച് കൺട്രാക്ഷനിൽ പോണ ബ്ലഡിൻ്റെ വോളിയമാണ് സ്ട്രോക്ക് വോളിയം. ബാലൻസ് പറഞ്ഞത് എൻഡ് ഓഫ് സിസ്റ്റോളിയിൽ പറഞ്ഞ വോളിയമാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം ESV. ഇനി ഈ സ്ട്രോക്ക് വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എത്രയാ? നമ്മുടെ എൻഡ് ഡയസ്റ്റോളിക് വോളിയം അല്ലേ, ഫില്ല് ചെയ്താർന്ന ബ്ലഡ്. ബാലൻസ് നമുക്ക് ഇവിടെ എത്രയുണ്ട്? എൻഡ് സിസ്റ്റോളിക് വോളിയം. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ബ്ലഡാണ് ആർട്ടറിയിലോട്ട് അല്ലെങ്കിൽ ആ ബിഗ് ബ്ലഡ് വെസലിലോട്ട് പമ്പ് ഔട്ട് ആയെന്ന് കിട്ടില്ലോ. അതാണ് നമ്മുടെ EDV മൈനസ് ESV. ഇത്രയും ഉണ്ടായിരുന്നു, ബാലൻസ് ഇത്രയുണ്ട്. അപ്പോൾ ഇത്രയും അളവാണ് അത് സിസ്റ്റോളിക് കൺട്രാക്ഷൻ നടന്നപ്പോൾ സിസ്റ്റോളി നടന്നപ്പോൾ പമ്പ് ഔട്ട് ചെയ്ത് പോയത്. അപ്പോൾ അതാണ് നമുക്ക് കാണേണ്ടത് നമ്മുടെ സ്ട്രോക്ക് വോളിയം. ഒരു സ്ട്രോക്കിൽ എത്ര ബ്ലഡ് പോയി എന്നുള്ളതാണ് നമ്മുടെ EDV എത്രയായിരുന്നു? അത്രയും ബ്ലഡ്. EDV മൈനസ് ESV ആണ് ഈ ബ്ലഡ്. അത്രയുമാണ് നമുക്ക് കാണാണ്ടായത്, മിസ്സായത്. അതെവിടെ പോയി? ബ്ലഡ് വെസലിലോട്ട് പോയി. അത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് 70 ആണ്. ഇനി നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ടാണ് നമ്മൾ കാണാനുള്ളത്. സ്ട്രോക്ക് വോളിയം അപ്രോക്സിമേറ്റ്ലി 70. അപ്പോൾ EDV നമ്മുടെ അപ്രോക്സിമേറ്റ് 130 ആണ്. ESV ബാലൻസ് വെൻട്രിക്കിൾസിൽ കിടക്കുന്നത് 60 ആണ്. അങ്ങനെയാണ് നമുക്ക് ഈ സ്ട്രോക്ക് വോളിയം 70 കിട്ടിയത്. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്ട്രോക്ക് വോളിയം 70. ഹാർട്ട് റേറ്റ്, നോർമൽ ഹാർട്ട് റേറ്റ് എത്ര? അഗെയിൻ 70. അപ്പോൾ 14,900 mL. അപ്പോൾ ഇതെന്ന് പറയണത് നമ്മുടെ 4.9 ലിറ്റേഴ്സ്. ഒരു നോർമൽ അഡൽട്ട് ബോഡിയിലുള്ള ബ്ലഡ് 5 to 6 ലിറ്റേഴ്സ് ആണ്. അതായത് ഓരോ മിനിറ്റിലും നമ്മുടെ ശരീരത്തിലുള്ള ഏകദേശം മുഴുവൻ ബ്ലഡും ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഈ കാർഡിയാക് ഔട്ട്പുട്ടിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. അതായത് ഒന്നുകിൽ ഈ സ്ട്രോക്ക് വോളിയം കൂടിയാൽ ഇത് സ്ട്രോക്ക് വോളിയം ടൈംസ് ഹാർട്ട് റേറ്റ് ആണ് അല്ലേ. അപ്പോൾ സ്ട്രോക്ക് വോളിയം കൂടിയാലും
കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഹാർട്ട് റേറ്റ് കൂടിയാലും കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇപ്പോൾ നമ്മൾ നല്ല എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും അല്ലേ? അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഡെഫിനറ്റ്ലി കൂടും. അതായത് ഇപ്പോൾ ഇമാജിൻ ചെയ്യുക, സ്ട്രോക്ക് വോളിയം 70 തന്നെ നിർത്തിയിട്ട് ഓൺലി ഹാർട്ട് റേറ്റ് കൂടുകയാണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, ഒരു 100 150 നമ്മൾ കാൽക്കുലേഷന് എളുപ്പത്തിലാക്കാൻ കേട്ടോ. അപ്പോൾ 7000 ml 7 ലിറ്റർ. ഓക്കെ, 7 ലിറ്ററോളം ഓരോ മിനിറ്റിലും ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു, നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോ ചെയ്തപ്പോൾ കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഹോർമോൺസ് ഹാർട്ട് റേറ്റ് കൂട്ടും. അപ്പോൾ എന്താ ഉണ്ടാവുക? ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. അതുപോലെ തന്നെ നമ്മൾ പാമ്പിനെ കണ്ടു, പേടിച്ചു അല്ലേ? അപ്പോൾ എന്താ ഉണ്ടാവണേ? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ നമുക്ക് എന്താ പെട്ടെന്ന് ഉണ്ടാവണേ? ഹാർട്ട് റേറ്റ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. കാർഡിയാക് ഔട്ട്പുട്ട് കൂടണത് എന്തിനാ? നമ്മുടെ വൈറ്റൽ ഓർഗൻസിന് വേണ്ടത്ര ന്യൂട്രീഷൻ, അതായത് ഓക്സിജനും ന്യൂട്രിയൻസും വേണം അല്ലേ? നമുക്ക് പാമ്പിനെ കാണുമ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യണം. ഓക്സിജൻ സപ്ലൈ മോർ വേണം ബ്രെയിനിലോട്ട്, ഹാർട്ടിലോട്ട്, ലങ്സിലോട്ട് എല്ലാം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇതാണ് കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിനകത്ത് ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ എഴുതിയിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ താങ്ക് യു.